ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് ടീച്ചർമാർക്ക് ഉണ്ടായിരുന്നൊരു സംശയമായിരുന്നു ഈ 3-6 കുട്ടികൾ, നമ്മുടെ അംഗനവാടിയിൽ വരുന്ന 3-6 കുട്ടികൾക്ക് EKYC അല്ലെങ്കിൽ FRS. നമുക്കറിയാം, നമ്മൾ 3-6 കുട്ടികൾ നമ്മുടെ ഒരുപാട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. 3-6 കാറ്റഗറിയിൽ അവർക്ക് EKYC ഓർ FRS ചെയ്യണമെന്ന് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ചോദിച്ച സമയത്തൊക്കെ നമ്മൾ ഇന്നലെ വരെ പറഞ്ഞിരുന്നത് നമുക്ക് ഇതുവരെ 3-6 കുട്ടികളെ ചെയ്യാനായിട്ട് ഓർഡർ വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡിൽ 3-6 കുട്ടികളുടെ എണ്ണം കൗണ്ട് ചെയ്യപ്പെടുന്നില്ല, അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അവരെ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. സോ നമുക്ക് പിന്നീട് ചേഞ്ചസ് വന്നേക്കാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ നമുക്കിപ്പോൾ ഓർഡർ വന്നിട്ടുണ്ട്. ഓർഡർ വന്ന പ്രകാരം നമ്മുടെ ഡാഷ്ബോർഡിൽ, പോഷൻ ട്രാക്കറിൻ്റെ ഡാഷ്ബോർഡിൽ 3-6 കുട്ടികളുടെയും കൂടി കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ പല ഐസിഡിസുകളും 2000, 2500 എണ്ണം വെച്ച് കൂടിയിട്ടുണ്ടാവാം മൊത്തം കുട്ടികളുടെ എണ്ണത്തിൽ. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ അംഗനവാടി വർക്കർമാരും 3-6 കുട്ടികളുടെ കൂടി എന്ത് ചെയ്യണം? FRS പൂർത്തീകരിക്കണം. അതിനകത്തൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് രീതിയിൽ. ഇപ്പോൾ 3-6 കുട്ടികൾക്ക് അവരുടെ സ്വന്തം ആധാർ കുറേ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ 0 to 6 month ഒക്കെ ആകുമ്പോൾ കുട്ടി ജനിച്ച ഉടനെ കിട്ടണമെന്നില്ല. പക്ഷേ 3-6 കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? ആധാർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ 3-6 കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് FRS എങ്ങനെ ചെയ്യണം? കുട്ടികളുടെ ആധാർ വെച്ച് രജിസ്റ്റർ ചെയ്തവർക്ക് FRS എങ്ങനെ ചെയ്യണം? അതുപോലെ തന്നെ കുട്ടികളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ വെച്ച് ചേർത്തിട്ടുള്ളവർക്ക് FRS എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് പോവാതെ കാണാം. കാരണം നമ്മൾ ഈ ഓരോ സെക്ഷനായിട്ട് ഉള്ള കുട്ടികളുടെ ആധാർ വെച്ചിട്ടുള്ളതും കുട്ടികളുടെ പേരൻസിൻ്റെ ആധാർ വെച്ചിട്ടുള്ളതും ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ അത് എററാവും, അത് മിസ്മാച്ച് ആവും. അതുകൊണ്ട് കൃത്യമായി ഓരോ സ്റ്റെപ്പ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് അത് പ്രകാരം FRS പൂർത്തിയാക്കാം. നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. 3-6 കുട്ടികളുടെ FRS ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഓർഡർ കാണിച്ചു തരാം. അതിന് ശേഷം ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഓർഡറാണ്, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കണ്ട. അപ്പോൾ ഇത്ര നാളിങ്ങനെ ആയിരുന്നില്ലല്ലോ. അതിന് ശേഷം ഇപ്പോഴാണ് 3-6 ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓർഡർ വന്നത്. നമ്മളന്നും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, നിലവിൽ 3-6 ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റെ കൗണ്ട് പോഷൻ ട്രാക്കർ ഡാഷ്ബോർഡിൽ കൗണ്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞിരുന്നു എണ്ണത്തിൽ. പക്ഷേ ഇപ്പോൾ ആ എണ്ണത്തിൽ ചേഞ്ച് വന്നു, എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് വന്നിട്ടുള്ളതിൽ കണ്ട, നമുക്ക് കൃത്യമായ ഒരു മെസ്സേജ് വന്നിരുന്നു. കണ്ട, ഡിയർ ഓൾ, ആസ് പെർ ദ ഫോളോയിങ് ലെറ്റർ FRS EKYC is no mandated for all categories during registration itself. Accordingly, Portion Tracker version 24.8 is released and dashboard reports have incorporated 3-6 year beneficiaries. For 3-6 category, FRS can be completed from their profile card using Aadhaar of the person used for registration. If self-father of child is used, option to add father, mother or guardian Aadhaar is available. മനസ്സിലായി നിങ്ങൾക്ക്? അതായത് 3-6 കുട്ടികളുടെ FRS ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ FRS ചെയ്യുമ്പോൾ കുട്ടികളുടെ ആധാറാണ് ചേർത്തതെങ്കിൽ, 3-6 കുട്ടികളുടെ ആധാറാണ് ചേർത്തതെങ്കിൽ എന്ത് ചെയ്യാം? അവർ FRS ചെയ്യുന്ന സമയത്ത് അച്ഛൻ്റെയോ അമ്മയുടെയോ പേരൻറ്റിൻ്റെ അവരാരെങ്കിലുമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ FRS പൂർത്തീകരിക്കാം. അല്ല, അമ്മയുടെ ചെയ്തതാണെങ്കിൽ അമ്മയുടെ തന്നെ എടുക്കണം, അച്ഛൻ്റെ ആണെങ്കിൽ അച്ഛൻ്റെ തന്നെ എടുക്കണം, മറ്റേലത്തെ പോലെ തന്നെ. അപ്പോൾ നമുക്കിവിടെ അറിയാം, ഇവിടെ കുട്ടികൾക്ക് ആധാർ കിട്ടിയിട്ടുണ്ടാവാം. കാരണം 3-6 കുട്ടികൾക്ക് ആധാർ എന്തായാലും ചാൻസ് ഉണ്ട്. ഇപ്പോൾ 0 to 6 month എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ കുട്ടികളുടെ ആണ് ചേർത്തതെങ്കിൽ നിങ്ങൾക്ക് സൗകര്യാർത്ഥം അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ ആധാർ EKYCയും ഫേസ് വെരിഫിക്കേഷനും പൂർത്തീകരിക്കാനായിട്ട് പറ്റും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് പോഷൻ ട്രാക്കറിൽ 3-6 എങ്ങനെ രേഖപ്പെടുത്താം, അതിൽ 2 കാറ്റഗറി ആയിട്ട് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം പോഷൻ ട്രാക്കറിൽ പോകാം. അപ്പോൾ നമുക്ക് പോഷൻ ട്രാക്കർ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് 3-6 കാറ്റഗറിയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ആക്കി നേരെ 3-6ലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്ത് വരും 3-6 കുട്ടികളുടെ. കാരണം നമുക്ക് അത്യാവശ്യം കുട്ടികളുണ്ടാവും ഓരോ അംഗനവാടി വയസ്സിലും. മറ്റ് കാറ്റഗറിയേക്കാളും കൂടുതൽ 3-6 ഉണ്ടാവും. പക്ഷേ ഇവരുടെ FRS നമുക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യം ആ ഫസ്റ്റ് കാണുന്ന ഒരു കുട്ടിയുടെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ പേരും ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളവിടെ നോക്കിയാൽ കണ്ട, അവരുടെ അമ്മയുടെ ആധാറാണോ കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ നോക്കിയാൽ ഇവിടെ കണ്ട, അവിടുത്തെ അമ്മയുടെ ആധാറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കാണുന്നില്ല? കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ, അമ്മയുടെ ആധാറാണ്. അപ്പോൾ അമ്മയുടെ ആധാറാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ മുകളിലേക്ക് നോക്കിയാൽ നേരെ EKYC ആൻഡ്
ഫേസ് ക്യാപ്ചർ ഫോർ ദ ബെനിഫിഷ്യറി ആർ ഇൻകംപ്ലീറ്റ്. കണ്ട KYC ആൻഡ് ഫേസ് ക്യാപ്ചർ. അപ്പോൾ അമ്മയുടെ ആധാറാണ്. അപ്പോൾ അമ്മയുടെ ആധാർ കൊടുക്കുമ്പോൾ എന്താണ് മുന്നോട്ട് പോകുമ്പോൾ വരാൻ നമുക്ക് നോക്കാം. നമ്മൾ പ്രൊസീഡ് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഒരു തവണ കൊടുത്തിട്ട് വന്നില്ലെങ്കിൽ ഒന്നുകൂടി പ്രൊസീഡ് കൊടുക്കാട്ടെ. ചില സമയത്ത് രണ്ടാമത് കൊടുക്കുമ്പോഴാണ് അവിടെ വന്നു. കണ്ട അപ്പോൾ നെയിം ഓഫ് പാരൻ്റ് ഓർ ഗാർഡിയൻ, അമ്മയുടെ പേര് അവിടെ വന്നു. എന്തുകൊണ്ടാണ്? അമ്മയുടെ ആധാറാണ് കൊടുത്തിരിക്കുന്നത്, കുട്ടിയുടെ ആധാറല്ല. അപ്പോൾ അമ്മയുടെ തന്നെയാണ് അവിടെ എന്ത് വരിക, പേര് വരിക. ആധാർ നമ്പറും അമ്മയുടെ തന്നെയാണ് വരിക. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പ്രൊസീഡ് കൊടുക്കുമ്പോൾ അവിടെ ആധാർ നമ്പർ അടിക്കാൻ പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അമ്മയുടെ ആധാർ നമ്പർ അടിച്ച് ക്യാപ്ച അടിച്ച് KYC വെരിഫൈ ചെയ്യണം. മുന്നേ നമ്മൾ ചെയ്ത പോലെ തന്നെ 623 ചെയ്ത പോലെ തന്നെ ഇവിടെ അമ്മയുടെ ആധാർ അടിച്ച് അവിടെ അവരുടെ ക്യാപ്ച അടിച്ച് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി OTP ആ ആധാർ നമ്പർ പ്രകാരം രജിസ്റ്റർ ചെയ്ത ഫോണിലേക്ക് പോവും. OTP അടിച്ച് KYC വെരിഫൈ ചെയ്യും. പ്രൊസീഡ് ടു ഫോട്ടോ ക്യാപ്ചറിൽ പോവും. അവരുടെ ഫോട്ടോ എടുത്ത് ക്യാപ്ചർ ചെയ്ത് അതും സക്സസ് ആവും. നമ്മുടെ പ്രോസസ്സ് അവിടെ കഴിയും. നമ്മൾ നേരത്തെ ചെയ്തിരുന്ന സെയിം പ്രോസസ്സ്. ഇനി ഇവിടെ നമുക്ക് അമ്മയുടെ ആധാറാണ് നമ്മൾ കണ്ടു. ഇനി കുട്ടിയുടെ ആധാറാണ് ചെയ്തിട്ടുള്ള കേസ് നമുക്ക് വേറെ ഒരെണ്ണം ചെക്ക് ചെയ്ത് നോക്കാം. കുട്ടിയുടെ ആധാർ ചേർത്തിട്ടുള്ള ഒരു കേസ് നമുക്ക് നോക്കാം. ഇപ്പം നമുക്കിവിടെ ഒരു ദൈവിക് എന്ന് പറഞ്ഞ കുട്ടീനെ നോക്കാം. ദൈവിക് എടുത്താൽ അവിടെ ചൈൽഡ് ആധാറാണ്. ഭാഗ്യമായി നമുക്ക്, കാരണം അവിടെ ചൈൽഡിൻ്റെ ആധാറാണ്. നേരത്തെ നമ്മൾ കൊണ്ടുകൊടുത്ത അമ്മയുടെ ആധാറാണ്. മനസ്സിലായ? അപ്പോൾ അമ്മയുടെ ആധാർ അമ്മ ഉള്ള രീതിയിൽ നമ്മളവിടെ കാണിച്ചു. കുട്ടിക്കില്ലാത്തതുകൊണ്ട് അമ്മേനൊക്കെ കാണിച്ചു. ചിലവരേൽ പേരൻസ് ആധാർ വരും കേട്ടോ. ഇപ്പോൾ ചൈൽഡ് ഡസൻറ്റ് ഹാവ് ആധാർ യെസ് കൊടുക്കുമ്പോൾ അമ്മയുടെ ഡീറ്റെയിൽസ് അടിക്കാൻ പറഞ്ഞു വരും. അപ്പോൾ അമ്മയ്ക്കും ആധാർ ഇല്ലെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യാറുണ്ട്? രജിസ്റ്റർ ചെയ്യുമ്പോൾ മദർ ഡസൻറ്റ് ഹാവ് ആധാർ കൊടുത്തിട്ട് പേരൻ്റ് ഓർ ഗാർഡിയൻ വരും. അപ്പോൾ അങ്ങനെയുള്ള കേസും വരാട്ടോ. സോ ഇവിടെ നമുക്ക് മദേഴ്സ് ആധാറല്ല, പകരം ചൈൽഡ് ആധാറാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം. സോ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ അമ്മയുടെ ആധാർ കൊടുത്തപ്പോൾ നേരെ അമ്മയുടെ പേരും അമ്മയുടെ ആധാർ നമ്പറും അമ്മയുടെ KYCയും അമ്മയുടെ ഫേസ് വെരിഫിക്കേഷനും ചെയ്യാനായിട്ട് വന്നത്. ഇവിടെ കുട്ടിയുടെ ആധാറാകുമ്പോൾ നമുക്ക് എങ്ങനെ വരാൻ നോക്കാം. നമ്മൾ പ്രൊസീഡ് കൊടുക്കുകയാണ്. കുട്ടിയുടെ ആധാർ ചേർത്തതിൻ്റെ ബേസിസിൽ നമ്മൾ പ്രൊസീഡ് കൊടുക്കുകയാണ്. സോ നിങ്ങളിവിടെ നോക്കിയാൽ നേരത്തെ അമ്മയുടെ പേരും അമ്മയുടെ ആധാർ വന്നതുപോലെയല്ല ഇവിടെ വരുന്നത്. കാരണം കുട്ടിയുടെ ആധാർ ചേർത്തതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊസീഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ കേട്ട അവിടെ അമ്മയുടെയോ അച്ഛൻ്റെയോ ഗാർഡിയൻ്റെയോ ആധാർ വെച്ച് KYCയും ഫേസ് ക്യാപ്ചറും ചെയ്യാം. അതായത് നമ്മൾ മുന്നേ ചെയ്തിരുന്ന സെയിം കാര്യം തന്നെ. ഇപ്പോൾ ഇതിന് നമുക്കറിയാം, ഇതിന് നമുക്കിപ്പോൾ ആ കുട്ടിയുടെ ആണല്ലോ നമ്മൾ ചേർത്തിരിക്കുന്നത്. പക്ഷേ കുട്ടീനെ ഒരിക്കലും നമുക്ക് KYC ഫേസ് വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ റിലേഷൻഷിപ്പ് വിത്ത് ദ ചൈൽഡ് KYC ആൻഡ് ഫേസ് മാച്ച് അമ്മയുടെ വെച്ചിട്ടാണ് KYCയും ഫേസ് വെരിഫിക്കേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ അമ്മേനെ സെലക്ട് ചെയ്യുക, അമ്മയുടെ ആധാർ നമ്പർ അടിക്കുക, മുന്നോട്ട് പോവുക, KYC പൂർത്തീകരിക്കുക, ഫേസ് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കുക. മനസ്സിലായ? പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, അമ്മയുടെ KYC ചെയ്തിട്ട് പിന്നെ അച്ഛൻ്റെ ഫേസ് വെരിഫിക്കേഷൻ ചെയ്യരുത്. അമ്മയുടെ KYC ചെയ്തിട്ട് ഗാർഡിയൻ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ ഫേസ് വെരിഫിക്കേഷൻ ചെയ്യരുത്. ആരുടെയാണോ നിങ്ങൾ KYC ചെയ്യണത് അവരുടെ തന്നെയായിരിക്കണം ഫേസ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്. ഇവിടെ അച്ഛനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ അച്ഛൻ്റെ ആധാർ നമ്പർ അടിക്കണം. അച്ഛൻ്റെ ആധാർ നമ്പർ അടിച്ചിട്ട് അച്ഛൻ്റെ KYC ചെയ്യണം, അച്ഛൻ്റെ ഫേസ് വെരിഫിക്കേഷൻ ചെയ്യണം. മനസ്സിലായ? അപ്പോൾ ആരാണോ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം നിങ്ങൾക്കറിയാം അച്ഛനും അമ്മയും നാട്ടിലില്ല, അവരുടെ ഗാർഡിയനാണ്, അവർ ലോക്കൽ ഗാർഡിയനാണെങ്കിൽ നിങ്ങളിവിടെ ഗാർഡിയനെ സെലക്ട് ചെയ്യുക, ഗാർഡിയൻ്റെ ആധാർ നമ്പർ അടിക്കുക, ഗാർഡിയൻ്റെ KYC ചെയ്യുക, ഗാർഡിയൻ്റെ ഫേസ് വെരിഫിക്കേഷൻ ചെയ്യുക. ഗാർഡിയൻ ഇൻ ദ സെൻസ് അപ്പൂപ്പനോ അമ്മൂമ്മയോ ലോക്കൽ ഗാർഡിയൻ ആരാണെങ്കിൽ. അല്ലാതെ KYC ചെയ്യണ സമയത്ത് അമ്മേനെ ചെയ്തിട്ട് ഫേസ് വെരിഫിക്കേഷന് നിങ്ങൾ അപ്പൂപ്പനെ അമ്മൂമ്മേനെ ഫേസ് എടുത്താൽ റെഡി ആവില്ല. രണ്ടും സെയിം ആയിരിക്കണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ കുട്ടിയുടെ ആധാർ വെച്ച് രജിസ്റ്റർ കണ്ടു. ഇവിടെ നോക്കിയാൽ ചൈൽഡ്സ് ആധാർ കുട്ടിയുടെ ആധാർ വെച്ച് രജിസ്റ്റർ ചെയ്ത കാരണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി? അങ്ങോട്ട് പോയപ്പോൾ ഇവരാരും വേണമെങ്കിൽ വെച്ച് ചെയ്യാം. അല്ല നിങ്ങൾ നേരത്തെ പോലെ മദറിൻ്റെ ആധാറാണെങ്കിൽ മദറിന് തന്നെ ചെയ്യണം. ഇനി മദറിൻ്റെ ആധാറിൻ്റെ കേസിൽ വേറൊരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ ഈ കുട്ടിയുടെ നോക്കിയാൽ അഗ്നേൻ്റെ നോക്കിയപ്പോൾ മദേഴ്സ് ആധാറാണ് അവിടെ കാണുന്നത്. നമ്മൾ മുന്നോട്ട് പോയി മദേഴ്സ് ആധാർ വെച്ച് മുന്നോട്ട് പോയി കണ്ട അവിടെ നമുക്ക് 3 പേരെ സെലക്ട് ചെയ്യാൻ വരുന്നില്ല. കാരണം അമ്മയുടെ ആധാർ വെച്ച് ചെയ്തുകൊണ്ട് അമ്മയുടെ തന്നെ KYCയും ഫോട്ടോ വെരിഫിക്കേഷൻ നടത്തണം. കണ്ട മുന്നോട്ട് പോകാൻ നോക്കിയുള്ളൂ നിങ്ങൾ. കണ്ട ഇവിടെ ആധാർ അമ്മേനെ അടിക്കണം, അമ്മേനെ KYC ചെയ്ത് ഫേസ് വെരിഫിക്കേഷൻ അമ്മേനെ ചെയ്യണം. ഇനി ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്ക് ആഡ് ചൈൽഡ് ആധാർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ നമുക്ക് അവിടെ കാണാനുണ്ട്. നിങ്ങൾ അവിടെ നോക്കിയാൽ ആഡ് ചൈൽഡ് ആധാർ കണ്ട അമ്മയുടെ തൊട്ടപ്പുറത്ത്
അപ്പോൾ ഈ 3 to 6 കുട്ടിക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അമ്മേനെ ഇവിടെ നിങ്ങൾ ചേർത്തു, ഇനി ഇതിൽ വരാൻ പോകുന്നൊരു സംശയമാണ്. നിങ്ങളിവിടെ അമ്മേനെ ചേർത്തിട്ടുണ്ട് ആധാർ, പക്ഷെ അമ്മ അത് കഴിഞ്ഞപ്പോൾ ഗൾഫിൽ പോയി എന്ന് വിചാരിക്കുക. അമ്മ ഗൾഫിലേക്ക് പോയി, അമ്മ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ പക്ഷേ അമ്മേനെ തന്നെ KYC ഫേസ് വെരിഫിക്കേഷൻ ചെയ്യും വേണം, കാരണം അമ്മേനെ ചേർത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓൾറെഡി 3 to 6 കുട്ടിയല്ലേ, കുട്ടിക്ക് ആധാർ കിട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ ആഡ് ചൈൽഡ് ആധാർ കൊടുക്കാണ്ട, ആഡ് ചൈൽഡ് ആധാർ കൊടുക്കാം. എന്നിട്ട് അവിടെ കുട്ടിയുടെ ആധാർ നമ്പർ അടിക്കുക. കുട്ടിക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, കുട്ടിയുടെ ആധാർ നമ്പർ അവിടെ അടിക്കുക. അതുപോലെ കുട്ടിയുടെ ഫുൾ നെയിം, കുട്ടിയുടെ പേര് എന്താണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ പേര് അവിടെ അടിക്കുക. കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക, വെരിഫൈ ആധാർ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചൈൽഡ് ആധാർ ഇതിലേക്ക് കയറും. അമ്മേനെ മാറിയിട്ട് ഈ കുട്ടിയുടെ ആധാർ ഇതിലേക്ക് കയറി വരും. അങ്ങനെ കുട്ടിയുടെ ആധാർ കയറി വന്നാൽ നിങ്ങൾക്ക് എളുപ്പമായി. പിന്നെ നിങ്ങൾ ഈ KYC ചെയ്യാൻ പോകുന്ന സമയത്ത് നേരത്തെ കണ്ട ആ 3 ഓപ്ഷൻ അവിടെ വരും. മനസ്സിലായ? ഇതിങ്ങനെ ചൈൽഡ് ആധാർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മദേഴ്സ് ആധാറിന് പകരം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇവിടെ താഴെ ചൈൽഡ് ആധാർ എന്നാവും. മനസ്സിലായി? അതായത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതെ ഇതുപോലെ ചൈൽഡ് ആധാറായിട്ട് മാറും. അങ്ങനെ ചൈൽഡ് ആധാറായിട്ട് നിങ്ങൾക്ക് മാറിക്കഴിഞ്ഞാൽ മദേഴ്സ് ആധാർ മാറി ഇവിടെ താഴെ നിങ്ങൾ ആഡ് കൊടുക്കുമ്പോൾ ചൈൽഡ് ആധാറായിട്ട് മാറും. അങ്ങനെ മാറി നിങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 3 ഓപ്ഷൻ അവിടെ വരും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അവരുടെ അമ്മയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആരാണോ നിലവിലുള്ളതെങ്കിൽ അവരുടെ സെലക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഇതുപോലെ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവാം കേട്ടോ. ആ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉള്ള സ്റ്റെപ്പ് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് പരിചയമായതല്ലേ. ഈ KYC ഫേസ് വെരിഫിക്കേഷൻ ചെയ്യണത് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പിന്നെ പറഞ്ഞു തരാത്തത്. അപ്പോൾ പറഞ്ഞു തന്ന കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞു തന്ന രീതിയിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.